കോഴിക്കോട് കുണ്ടായിത്തൊഴിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ച സംഭവത്തിൽ പ്രതി സനൽ പോലീസിൽ കീഴടങ്ങി. കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശി ഗിരീഷാണ് മരിച്ചത്. മാർച്ച് 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നിരവധിയായി കേൾക്കുന്നു. ഇതിപ്പോൾ 5-ാം തീയതി നടന്ന സംഭവമാണ്. പ്രതി ഇപ്പോൾ കീഴടങ്ങിയത് എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്ന് 2 മണിക്കൂർ മുൻപാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സനൽ നല്ലളം പോലീസിലെത്തി കീഴടങ്ങിയത്. അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് മനഃപൂർവ്വം ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. തുടക്കം തൊട്ടേ അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതും. ഇതിപ്പോൾ ഈ മാർച്ച് 5-നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് കോഴിക്കോട് കുണ്ടായിത്തോടിൽ വെച്ച് അവരുടെ വീട്ടിൽ വെച്ചാണ് സംഭവം. അതായത് ഈ സനലിന്റെ വിവാഹം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച വീട്ടിൽ നടന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈ അച്ഛനായിട്ടുള്ള ഗിരീഷ് സനലിനെതിരെ ഒരു അപവാദമായിട്ട് ഒരു കാര്യം പറഞ്ഞ സമയത്ത് സനൽ മർദ്ദിച്ചതാണ്. ആ മർദ്ദനത്തിൽ ഗിരീഷ് താഴെ വീഴുകയും നിലത്ത് തലയിടിക്കുകയും ചെയ്തു. അങ്ങനെ പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സക്കായി മാറ്റിയിരുന്നത്. ആ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു ഈ അച്ഛന്റെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ മരണമുണ്ടാവുന്നത്. അന്ന് തന്നെ ഈ മർദ്ദനമേറ്റ അന്ന് തന്നെ സനലിനെതിരെ നല്ലളം പോലീസിൽ പരാതിയും ഉണ്ടായിരുന്നു. എന്തായാലും അതിലിപ്പോൾ സനലിപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. ഹിമ.